السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഇത്തരത്തിലൊരു അവസ്ഥാവിശേഷത്തെ അനുകൂലമാക്കിയ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഉദ്യമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ ഒരുമിച്ചതുപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങളെ കുറിച്ചുകൊണ്ടുള്ള പവിത്രമായ ഒരു സംസാരവേദിയിലാണ് നാം ഉള്ളത്. ഏറെ ശ്രദ്ധയോടെ നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിനെ കുറിച്ചുകൊണ്ടുള്ള പഠനമാണെന്നുള്ള ധാരണയിൽ ക്ഷമയോടെ കേൾക്കണമേ എന്നുണർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ അസ്സമീഉ എന്ന് പറയുന്ന ഒരു നാമത്തെ കുറിച്ചുകൊണ്ടാണ് നാം ഉണർത്തിയത്. ഇന്നതിൻ്റെ തുടർച്ചയെന്നോണം ആ നാമത്തെ കുറിച്ചുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ആ വിഷയത്തിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. കാര്യങ്ങളെ കൃത്യമായി സംസാരിക്കുവാനും കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സസൂക്ഷ്മമായി എല്ലാം കേൾക്കുന്നവനാണ് അസ്സമീഉ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്തതെന്നോ അകലെയെന്നോ വ്യത്യാസമില്ലാതെ, ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം വ്യക്തമായി കേൾക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് അവൻ്റെ നാമം അസ്സമീഉ, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഉണർത്തിയത്.
ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലുക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, എൻ്റെ ദാസന്മാരായ നിങ്ങളിൽ ആദ്യമുള്ളവരും അവസാനമുള്ളവരും ജിന്നുകളും മനുഷ്യരുമെല്ലാം, എല്ലാ ആളുകളും ഖാമു, അവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്, ഫീ സഗീദിൻ വാഹിദ്, ഒരു വിജനമായ വിശാലമായ ഒരു പ്രതലത്തിൽ. മനുഷ്യരുടെ ആദ്യം മുതലുള്ളവരും അവസാനം വരെയുള്ളവരും ജിന്നുകളുമെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, എന്നിട്ട് ഫസഅലൂനി, അവർ എന്നോട് ചോദിക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ എല്ലാവരും ഒരേ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, അവർ ചോദിക്കുന്ന എല്ലാവരുടെയും ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഒരുമിച്ച് സംസാരിച്ചാൽ നമുക്കതൊരു ഡിസ്റ്റർബാണ്. നമ്മൾ പറയും, ആരെങ്കിലും ഒരാൾ പറ. ഒരേ വിഷയമാണെങ്കിൽ തന്നെയും നമുക്കതൊരു പ്രയാസമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരു പ്രദേശത്ത് ഒരുമിച്ചുകൂടി വിവിധ ഭാഷകളിൽ, വിവിധ സൗണ്ട് വേരിയേഷൻസുകളിൽ, വിവിധ വിഷയങ്ങൾ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചോദിച്ചതിന് കൃത്യമായി അറിഞ്ഞ് ഉത്തരം നൽകുന്നവനാണ് എന്ന് അല്ലാഹ് പറയാണ്. അല്ലാഹ് പറയുന്നു, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചാലും ശരി, മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതി ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സൂചി സമുദ്രത്തിൽ അങ്ങ് മുക്കിയാൽ, ആ മുക്കിയ സൂചി പിന്നെ പൊക്കിയാൽ, ആ സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളമാണ് ആ സൂചിയിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവുക? അത്രമാത്രമേ എൻ്റെ ഖജാനയിൽ നിന്ന് കുറവ് വരികയുള്ളൂ. നിങ്ങളെല്ലാവരും ചോദിച്ചാലും ശരി. എത്ര വിശാലമായ ഖജാനയുടെ ഉടമയാണ് അല്ലാഹു. ആ അല്ലാഹുവിനോടാണ് നമ്മോട് ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. മറ്റൊരു ഭാഗത്ത് അല്ലാഹ് പറഞ്ഞു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബു ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി ഫൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ ഖരീബാണ്. എത്രത്തോളം അല്ലാഹു നമ്മളോട് ഖരീബാണ്, എത്രത്തോളം അല്ലാഹു നമ്മളോട് സാമീപ്യം സിദ്ധിച്ചവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ ഞാൻ നിങ്ങളുടെ അടുത്തവനാണ്. അതിൻ്റെ തഫ്സീറിൽ കാണാം, അല്ലാഹ് നമ്മുടെ ജീവനാടിയോളം അടുത്തവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹ് ഇവിടെ വന്നിരിക്കുന്നു എന്നല്ല. അറിവ് കൊണ്ടും കാഴ്ച കൊണ്ടും അത്ര സമീപത്തുണ്ട് അല്ലാഹു നമ്മുടെ അടുക്കൽ എന്നാണ് അതിൻ്റെ വിശദീകരണം. ഇത്രത്തോളം അടുത്ത റബ്ബിൻ്റെ ഇടയിൽ പിന്നെ എന്തിനാ ഒരു ഇടയാളൻ? ഇത്രത്തോളം നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ വികാര വിചാരങ്ങൾ അറിയുന്ന
ആ റബ്ബിന്റെ ഇടയിൽ പിന്നെ എന്തിനാ ഒരു ഇടയാളൻ? രണ്ട് പലകകൾ ചേർത്ത് ഒരു മേശയിൽ രണ്ട് പലക ഉണ്ട് വിചാരിക്കുക. ആ പലക ചേർന്ന് നിൽക്കാൻ, ആ ചേർന്ന് നിൽക്കുന്ന രണ്ട് പലകകൾക്കിടയിൽ ഒരു ആപ്പടിച്ച് കയറ്റിയാൽ ആ പലക രണ്ടും വികസിച്ചു പോകും. അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ചാൽ അള്ളയും അടിമയും തമ്മിലുള്ള ദൂരം അധികരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടയാളന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഏത് സമയത്തും നമ്മെ കേൾക്കുന്നവനായി അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതാണ് അസ്സമീഉ എന്ന് പറയുന്ന നാമത്തിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഈ കേട്ട ഖുദുസിയായ ഹദീസില് അള്ളാഹുവിന്റെ കേൾവിയുടെ സവിശേഷതയാണ് അറിയിക്കുന്നത്. പല ആളുകൾ പല വിഷയങ്ങൾ ഒരേ സമയത്ത് ചോദിച്ചാലും അതിനെ തിരിച്ചറിയാൻ അള്ളാഹുവിന് അറിയുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇനി നമ്മൾ ഈ നാമത്തിന്റെ അവസാന ഭാഗം സൂചിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഈ അസ്സമീഉ എന്ന് പറയുന്ന നാമത്തിന് ധാരാളം തേട്ടങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചില സൂചനകൾ ഞാൻ തന്നിരുന്നു, ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട തേട്ടം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലും ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിലും അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറഞ്ഞ ഭാഗത്ത് നാം സാധാരണ കേൾക്കുന്ന കേൾവി എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവിൻ്റെ കേൾവിയെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സംസാരത്തിൽ ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന് പറയുന്ന ആ നാമം തേടുന്ന ഒന്നാമത്തെ തേട്ടം, അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില മുന്നറിയിപ്പിന്റെ കേൾവിയായിരിക്കും, ഒരു ഭീഷണി സ്വരത്തിലുള്ള കേൾവിയായിരിക്കും. ഏതുപോലെ? ഞാനത് കേട്ടിരിക്കുന്നു എന്ന് അള്ള പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു ഭീഷണി സ്വരമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് അള്ളാഹു കേട്ടു എന്നുള്ള പറയാ. പ്രമാണങ്ങളിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, ഞാനത് കേട്ടിരിക്കുന്നു കേട്ടോ എന്ന്. വിശുദ്ധ ഖുർആനിലെ ജൂതന്മാരുടെ വാക്ക് അള്ളാഹു എടുത്തു പറയുന്ന ഭാഗത്ത് കാണാം, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീർ വനഹ്നു അഗ്നിയാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു പറയുന്നത്, ലഖദ് സമിഅ അല്ലാഹ്, തീർച്ചയായും അല്ലാഹ് കേട്ടിരിക്കുന്നു. എന്ത് കേട്ടിരിക്കുന്നു? ഖൗലല്ലദീന ഖാലൂ, ഇങ്ങനെ പറയുന്നവരുടെ ചില വാക്കിനെ അല്ലാഹ് കേട്ടിരിക്കുന്നു. എങ്ങനെ പറയുന്നവരുടെ? ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അല്ലാഹ് ഫഖീറാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഫഖീറാണ്, അല്ലാഹ് ദരിദ്രനാണ്. കുഫറിന്റെ വാക്കാണത്. എന്നിട്ട് ബാക്കി എന്താ? വനഹ്നു അഗ്നിയ, ഞങ്ങൾ ധന്യരാണ്, ഞങ്ങൾ ഉഷാറാണ്, അല്ലാഹ് ദരിദ്രനാണ്. ഈ വാക്ക് പറഞ്ഞ വിഭാഗമാണ് ജൂതന്മാർ. അള്ളാഹു ഈ ജൂതന്മാരുടെ വാക്കിനെ കുറിച്ച് പറഞ്ഞെന്താ? അത് ഞാൻ കേട്ടുട്ടോ. ആ കേൾവി ഭീഷണിയുടെ കേൾവിയാണ്. ആ കേൾവി ഒരു മുന്നറിയിപ്പിന്റെ സൂചനയാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിനെ ആ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യകുലത്തില് ഈ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞവർ ജൂതന്മാരാണ്, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അള്ളാഹുവിന്റെ കേൾവിക്ക് അങ്ങനെ ഒരു തേട്ടമുണ്ട്, ഒരു ഭീഷണിയുടെ സ്വരം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും. മനുഷ്യർ ആരെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ചോദ്യമാണത്. മനുഷ്യർ ആരെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടോ? എന്ത്? അവരുടെ രഹസ്യമായ ഭാഷണങ്ങളും രഹസ്യമായ പ്രവർത്തനങ്ങളും പരസ്യമായ ഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഞാൻ അറിയുന്നില്ല എന്ന് മനുഷ്യർ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ഒരു ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചത് ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത്. ഇത്തരം ആളുകൾ സൂക്ഷിച്ചു എന്നാണ് പറയണേ. അള്ളാഹുവിന്റെ അസ്സമീഅ എന്ന് പറയുന്ന നാമം തേടുന്ന രണ്ടാമത്തെ തേട്ടം എന്താ അറിയോ? അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അല്ലാഹു പറഞ്ഞ മറ്റൊരു തേട്ടം, വിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല,
എന്നുള്ള അർത്ഥത്തിലും അള്ളാഹ് കേൾക്കുന്നു എന്ന് പറയാറുണ്ട്. വിശ്വാസികളെ, നിങ്ങൾക്ക് സ്ഥൈര്യം പകരുന്നവനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സഹായിക്കുന്നവനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള അർത്ഥത്തിലും അള്ളാഹു കേൾക്കുന്നു എന്ന് പറയാറുണ്ട്. അതെവിടെയാണ് അള്ളാഹ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം മറ്റു പ്രവാചകന്മാരെക്കാളെല്ലാം ഒരു പിടി അധികം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ മഹാപ്രവാചകനാണ്. മൂസാ നബിയുടെ ചരിത്രത്തിൽ കാണാം, അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് ചെല്ലണം മൂസ, കാരണം അവൻ തഗാ, അതിർ ലംഘിച്ചവനാണ്. അവൻ സകല സംസ്കാരങ്ങളുടെയും നിയമങ്ങളുടെയും സീമകളെല്ലാം ലംഘിച്ചവനാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ത്വാഹയിലെ ഈ വചനം വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അവന്റെ അതിര് കവിച്ചൽ രണ്ട് മേഖലയിലായിരുന്നു. ഒന്ന് അള്ളാന്റെ വിഷയത്തിലാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ അവൻ അതിര് കവിഞ്ഞത് ഞാനാണ് റബ്ബെന്ന് പറഞ്ഞിട്ടാണ്. ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുമുൽ അഗ്ല. അവൻ അവന്റെ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, ഞാനാകുന്നു ഉന്നതനായ രക്ഷിതാവ്. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവൻ തൊഗാ, അതിർ ലംഘിച്ചവനാണ്. രണ്ടാമത് അവൻ അതിർ ലംഘിച്ചത് ആരുടെ വിഷയത്തിലാണ്? ഇസ്രായേലരുടെ വിഷയത്തിലാണ്. ഇസ്രായേലരെ അവൻ അടിമകളാക്കി വെച്ചു. ഇസ്രായേലരെ അവൻ ഒരുപാട് പീഡനങ്ങളിലൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണം മൂസ എന്ന് അള്ളാഹു പറയാണ്. അവിടെ അള്ളാഹ് പ്രയോഗിച്ച വാക്കെന്താ? ഇത് പറഞ്ഞപ്പോ അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് വാക്കുകൾ നിങ്ങളിലേക്ക് കൂരമ്പ് പോലെ വലിച്ചെറിയുന്ന ഒരാളുടെ അടുക്കലേക്കാണ്. അവിടെ ചെന്നിട്ട് റഫായിട്ട് സംസാരിക്കരുത്, മോശപ്പെട്ട് സംസാരിക്കരുത്, വികാര നിർഭയരാകരുത്, ദേഷ്യം അണപൊട്ടരുത്. എല്ലാം അടക്കി പിടിച്ച് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, സോഫ്റ്റായിട്ട് സംസാരിക്കണം. ആരോട്? ആലം ദുനിയാവ് കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയോട് അള്ളാഹ് പറയാണ്. അഹങ്കാരിയുടെ അടുക്കലേക്ക് പോകുന്ന മൂസാ നബിയോട് അള്ളാഹ് പറയാണ്, ഖൗലൻ ലയ്യിനാ, മയപ്പെടുത്തി സംസാരിക്കണം. ഇരിക്കുന്ന എല്ലാ സലഫികളോടും ഞാൻ പറയാണ്, നമ്മളെ കാത്തിരിക്കുന്ന 1000 ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവരടുക്കലേക്ക് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാകുന്ന ദഅവത്ത് കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ആളുകളും പലതും പറഞ്ഞെന്ന് വരാം. പല ആളുകളെ പല കോലത്തിലാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. പക്ഷെ നമ്മൾ അനിയന്ത്രിതമായി സംസാരിക്കരുത്. ഖൗലൻ ലയ്യിന. അപ്പൊ അള്ളാഹു പറഞ്ഞ ഈ ഖൗലൻ ലയ്യിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ സംസാരിക്കാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ടാണ് മഹാപ്രവാചകൻ ദുആ ചെയ്തത്. ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, എൻ്റെ റബ്ബേ എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ എന്ന് ശറഹു സ്വദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനവേദിയിൽ സൂറത്ത് ത്വാഹ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. എന്തിനാണ് അവനോട് സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറഞ്ഞത്? ലഅല്ലഹു, ചിലപ്പോൾ അവനായേക്കാം, ചിലപ്പോൾ ഫിറൗനായേക്കാം, യതദക്കർ, ചിന്തിക്കുന്നവനായേക്കാം. എവിടെങ്കിലൊക്കെ സ്പാർക്ക് ചെന്നിട്ട് പിടിച്ചാലോ, ഏതിലൊക്കെ ഞരമ്പുമ്പോൾ പിടിച്ചാലോ, അതുകൊണ്ട് മെല്ലെ സംസാരിക്കും, സോഫ്റ്റായിട്ട് സംസാരിക്കും. ഔ യഖ്ശ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെ ഓർത്തവൻ ഭയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നേക്കാം. ഫിറൗനും നന്നാകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അള്ളാഹ് അന്ന് പറഞ്ഞത്. അപ്പൊ ആരെക്കുറിച്ച് നമുക്ക് എന്ത് പാടില്ല പ്രിയപ്പെട്ടവരെ? എന്ത് പാടില്ല? മുൻധാരണ പാടില്ല. എൻ്റെ അടുത്തൊക്കെ പോണോ? ഓൻ ആ സംഘടനൻ്റെ ആളല്ലേ, ഓൻ ഈ ടീമിൻ്റെ ആളല്ലേ, ഓൻ ആ വിഭാഗക്കാരനല്ലേ, ഓനോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ അതിൻ്റെ തലതൊട്ടപ്പനാ. ഇതിനേക്കാളൊക്കെ വലിയ തലതൊട്ടപ്പനോട് മൂസാ നബിയോട് അവൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? പോയിക്കോ, ചിലപ്പോൾ നന്നായാലോ. ഈ നീയത്താണ് എല്ലാ ആളുകളെ കുറിച്ചും ഈ ക്ലാസ് കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ് പറയാണ്, അവൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾ ബേജാറാകണ്ട. നമ്മുടെ വിഷയം അവിടെയാണ്. എന്താ അള്ളാഹു പറഞ്ഞത്?
قال ربنا إننا نخاف أن نفرط علينا أو يطغى. മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹ് പറയുന്നു, മൂസാ നബി അല്ലാഹയോട് പറയുന്നു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ രണ്ടുപേരും അവന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ വല്ല അതിക്രമവും ചെയ്താലോ. ഫിറൗനെ കുറിച്ച് നല്ലോണം അറിയാർക്ക് മൂസാ നബിക്ക്. കാരണം എന്താ? മൂസാ നബി വളർന്നത് അവിടെയാണ്, മൂസാ നബിയുടെ നാട്ടുകാരനാണ്. മൂസാ നബിക്ക് നല്ലോണം അറിയാം, ചൂടും ചൂരൊക്കെ ഏതാണ്ട് അറിയാം ഫിറൗനെ കുറിച്ച്. ഇനി അവൻ ഞങ്ങൾക്കെതിരെ വല്ല അതിക്രമവും അഴിച്ചു വിട്ടാലോ. കാരണം എന്താ? അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ സീമയിൽ വിരാജിക്കുന്നവനാണ് അവൻ, അല്ലേ? മനുഷ്യരക്തം കണ്ട് അറപ്പ് തീരാത്തവനാണവൻ. അങ്ങനെയുള്ള മനുഷ്യന്റെ മുമ്പിലേക്ക് എന്ത് പറയാനാ പോണ്? ദൈവമാണ്, ഞാൻ റബ്ബാണെന്ന് പറയുന്നവരോട് നീ ദൈവമല്ല എന്ന് പറയാനാ പോണ്? നീ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലരെ വിട്ടുതരണം, ഞാൻ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ സന്മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. ഇതൊക്കെ പറയാനാ പോണത്. ഓനിഷ്ടല്ലാത്ത വാക്ക് പറയാനാ പോണത്, സുഖിപ്പിക്കാനല്ല. അപ്പൊ അതിക്രമം കാണിച്ചാലോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്ത മറുപടി നമ്മുടെ വിഷയമാണ്. എന്താ മറുപടി കൊടുത്തത്? ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അല്ലാഹ് പറഞ്ഞു, ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. ഇന്നനീ, തീർച്ചയായും ഞാനുണ്ട്, മഅകുമാ, നിങ്ങളുടെ കൂടെ. എങ്ങനെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്? അസ്മഉ വ അറാ, കേൾക്കുന്നവനായി കാണുന്നവനായി. അപ്പൊ ഇവിടെ അല്ലാഹ് ഞാൻ നിങ്ങളെ കേൾക്കുന്നവനായി ഉണ്ടെന്ന് പറഞ്ഞ ഏതർത്ഥത്തിലാ? സഹായിക്കും എന്നുള്ള അർത്ഥത്തിലാണ്, നിങ്ങളെ കൂടെയുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ്. അപ്പൊ അങ്ങനെയും അള്ളാഹുവിന്റെ അസ്സമീഇനെ അള്ളാഹു വിശുദ്ധ ഖുർആനില് പ്രതീക്ഷയുടെ കേൾവിയായിട്ടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സ്ഥൈര്യം പകരുന്നവനായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ വിഷയം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ തേട്ടം എന്ന് പറയുന്നത്, നിങ്ങളെ അള്ളാഹുവിന്റെ കേൾവിയുടെ മറ്റൊരു തേട്ടം എന്ന് പറയുന്നത്, ആരാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നവനാണ് അള്ളാഹു. അങ്ങനെയും ഞാൻ കേൾക്കുന്നവനാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ എന്താ പറയാ? സമയല്ലാഹു ലിമൻ ഹമിദ. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ആരെയാണോ ഞാൻ സ്തുതിച്ചിട്ടുള്ളത് അവൻ എൻ്റെ സ്തുതി കേട്ടിരിക്കുന്നു. സമയല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ സ്തുതി കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അള്ളാഹ് കേട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആ വിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം തരാൻ നിങ്ങൾക്ക് കഴിവുള്ളവനാണ് എന്നുള്ള തേട്ടവും അസ്സമീഅ എന്ന് പറയുന്ന നാമത്തിനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ശരണം തേടുന്നു, മിൻ ഖൗലിൻ ലാ യുസ്മഅ, നീ കേൾക്കാത്ത ഉത്തരം തരാത്ത പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്താ പ്രാർത്ഥന? അസ്സആദയുടെ ക്ലാസ്സിന് വന്നിട്ട് നമുക്കൊരു പ്രാർത്ഥന പഠിക്കാൻ പറ്റട്ടെ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അത്ര അറിയില്ലേ? ഒന്ന് ചൊല്ലിക്കെല്ലാരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലേ? മിൻ ഖൗലിൻ ലാ യുസ്മഅ, കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആയുധമാണ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥനയെക്കുറിച്ച് നബി പറഞ്ഞേ? അദ്ദുആ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർദ്. ഇനി എന്ത് വേണം നമുക്ക്? എന്ത് നമ്മളിൽ നഷ്ടപ്പെട്ടാലും നമ്മളെത്തില്ലേ? എന്താണ് പറഞ്ഞത്? ഒരു മുസ്ലിം, ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന അവന്റെ സിലാഹാണ്, ആയുധമാണ്. വ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്. വ നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ്
വിശുദ്ധ ഖുർആനിലെ സുന്ദരമായൊരു സൂറത്താണ് സൂറത്തു അൽ ഫുർഖാൻ, 25-ാമത്തെ അധ്യായം. ആ അധ്യായത്തിന്റെ അവസാനത്തെ വചനം എന്താ? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രവാചകരെ, നിങ്ങളെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞു. നമ്മളിലെങ്കിലും ചില ആളുകളെങ്കിലും ഉണ്ട്, ഞാനൊക്കെ എന്തിനാ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനല്ലേ അവൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവനല്ലേ അവൻ. ഞാനൊക്കെ 5 നേരം പള്ളിയിൽ വരുന്ന ആളാണ്, സുന്നത്തൊക്കെ പരമാവധി എടുക്കുന്ന ആളാണ്, പരമാവധിയൊക്കെ ദഅവത്ത് ചെയ്യുന്ന ആളാണ്, പരമാവധിയൊക്കെ നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. എന്നെ എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഞാനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലേ നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതിയിലിരിക്കുന്ന നബിനോട് അല്ലാഹു പറഞ്ഞെന്താ? പ്രാർത്ഥിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സകല പ്രാർത്ഥനകളും അമ്പിയാക്കന്മാരെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഓലൊക്കെ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിക്കണം. ഇബ്രാഹിം നബി കുട്ടിയെ ചോദിച്ചു വാങ്ങിയതാണ്, സക്കരിയ നബി കുട്ടിയെ ചോദിച്ചു വാങ്ങിയതാണ്, മഹാനായ അയ്യൂബ് നബി രോഗത്തിൽ നിന്ന് ദുആ ചെയ്ത് ചോദിച്ചു രക്ഷപ്പെട്ടതാണ്, മഹാനായ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് അല്ലാഹ് അവർക്ക് രക്ഷ കൊടുത്തത് റബ്ബിനോട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ നിത്യഭാഗമാക്കി മാറ്റാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ആരും കാണണ്ട സഹോദരങ്ങളുടെ സുജൂദുകളിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ സകല വേദനകളും നമ്മുടെ റബ്ബിന്റെ മുന്നിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ പ്രാർത്ഥിക്കാൻ നമ്മൾ അർഹരാകണം. ഹറാമ് തിന്നുന്നവരാകരുത്, അന്യനെ പറ്റിച്ച് സമ്പാദിക്കുന്നവരാകരുത്, 1 രൂപയെങ്കിലും ഹറാമായ പണം നമ്മുടെ സമ്പത്തിൽ കലരരുത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, പ്രാർത്ഥന സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം ഹലാലാകണം എന്നുള്ളത്. ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, അവന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട്, അവന്റെ മുഖത്ത് സകല ക്ഷീണങ്ങളും പ്രകടമായിട്ടുണ്ട്. അവൻ യാത്രക്കാരനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവനാണ്, മുസാഫിറാൻ. അവൻ വിളിച്ചത് റബ്ബേ എന്നാണ്. റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കും. ഇതൊക്കെ സിഫത്തുകളൊക്കെ ഒത്തുവന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ എങ്ങനെ അന്നാ യുസ്തജാബു ലക്, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമഹു ഹറാം വമൽബസഹു ഹറാം. അല്ലേ? അവന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രവും അവന്റെ ശരീരം വളർന്നതും ഹറാമിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോട് റസൂൽ പറഞ്ഞു, ഹറാമ് കലരരുത്. പിന്നെ പറഞ്ഞെന്താ? ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് തുടങ്ങണം. എന്നിട്ട് നേരിട്ടാണ് കടന്ന് ചെല്ലരുത്. ഹംദു സ്വലാത്ത് പറഞ്ഞൂടെ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട എന്തായിരിക്കണം? നമ്മളെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷയായിരിക്കണം. അതൊക്കെ മര്യാദകളാണേ. പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് ആദ്യം രക്ഷ തേടണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിൽ നമുക്ക് കാണാം, നൂഹ് നബി തന്റെ ജനതയോട് എന്താ പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടാൻ ആദ്യം പറഞ്ഞത്, പാപമോചനം തേടാൻ. പാപമോചനം തേടിയാലോ? യുർസിലിസ് സമാഉ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരും, നിങ്ങൾക്ക് അല്ലാഹു തോട്ടം തരും, അല്ലാഹു നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ തരും. ഇതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് കിട്ടുന്ന മഴ, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് കിട്ടുന്ന മക്കൾ, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് കിട്ടുന്ന സമ്പത്ത്, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് കിട്ടുന്ന തോട്ടം, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് കിട്ടുന്ന അരുവികൾ, മഅൽ ബറക മഅൽ ബറക മഅൽ ബറക എന്നതിന്റെ കൂടെ കാണാൻ പറ്റും. ബറക്കത്തുള്ളതായിരിക്കും. മമാന ബറക, ഖൈറിന്റെ വർധനവിനാണ് ബറക്ക എന്ന് പറയാം. അതായത് 1 രൂപ കിട്ടിയാൽ ആ 1 രൂപയുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയും. ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങളെ, മാസം 5ഉം 6ഉം ഒക്കെ ശമ്പളം ഒപ്പിട്ട് വാങ്ങും. പക്ഷേ 1, 2, 3 തീയതിയായാൽ അവരുടെ കയ്യിൽ നിന്ന് പണം പെട്ടെന്ന് കടന്നു പോകും. ബറക്കത്തില്ല അതിന്. അതുകൊണ്ടാണ്. എന്നാൽ ചെറിയ വേതനം കൊണ്ട് വിശാലമായി ജീവിക്കുന്നവരുണ്ട്. എന്തേ കാരണം? അതിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മൾ ഇടപെടുന്ന എല്ലാ രംഗത്തും ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രാർത്ഥന തുടങ്ങുക കേട്ടോ. കാരണം എന്താ?
നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ റബ്ബിനോട് അവതരിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ചിലപ്പോൾ എന്ത് തടസ്സമാകും? പറ, എന്ത് തടസ്സമാകും? നിങ്ങൾ ഇവിടെ അല്ലേ? എന്ത് തടസ്സമാവും? പാപങ്ങൾ തടസ്സമാവും. അതുകൊണ്ട് പാപമോചനം നടത്തിയിട്ടായിരിക്കണം ബാക്കിയുള്ളത്. അങ്ങനെ ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കാം, അങ്ങനെ ഒന്ന് നിങ്ങൾ പരിശീലിച്ചു നോക്കാം. അള്ളാഹു നമുക്ക് ഉത്തരം. ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദകളാണ് കേട്ടോ. അപ്പൊ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാത്ത ദുആകളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, സക്കരിയ നബിയുടെ ദുആ പറയുന്ന ഭാഗത്ത് എന്താ പറഞ്ഞേ? അള്ളാഹിനെ എങ്ങനെ അദ്ദേഹം പരിചയപ്പെടുത്തിയേ? ശുദ്ധോറം പറയുന്നില്ലേ, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹു നിന്റെ അടുക്കൽ നിന്ന് ഒരു നല്ല സന്താനത്തെ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ ആരാണ്? ഇന്നക സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്സമീഉ എന്ന് പറയുന്ന നാമത്തിന് എന്തൊരു തേട്ടം കൂടിയുണ്ട്? കേൾവി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അള്ളാഹു ഇങ്ങനെ പ്രാർത്ഥിച്ച സക്കരിയ നബിക്ക് ഉത്തരം കൊടുത്തോ? ഉത്തരം കൊടുത്തു. എങ്ങനെ ഉത്തരം കൊടുത്ത്? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഇസ്മുഹു യഹ്യാ. യഹ്യ എന്ന് പറയുന്നൊരു സന്താനത്തെ നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്തുകൊണ്ട് അല്ലേ, അങ്ങനെയാണ് സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു കൊടുത്തത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആ നാമത്തിന് അങ്ങനെ ഒരു തേട്ടം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയൊരു നാടാണ് ത്വായിഫ്. തൻ്റെ എളാപ്പയായ അബൂ ത്വാലിബിൻ്റെ മരണം സംഭവിച്ചപ്പോൾ തൻ്റെ എല്ലാമായിരുന്ന ഭാര്യയായ ഖദീജ ലോകത്ത് വിട പറഞ്ഞു പോയപ്പോൾ, രണ്ടാളും ഒരേ കൊല്ലത്തിലാണ് മരിച്ചതെന്നാണ് ചരിത്രകാരന്മാർ ആ വർഷത്തിന് പേര് കൊടുത്തത് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം. അത് റസൂലുള്ളാഹി കൊടുത്ത പേരൊന്നുമല്ല കേട്ടോ, ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. ആ വർഷത്തിൽ അള്ളാഹിന്റെ റസൂൽ മക്കത്തൊറ്റക്കായി. ശത്രുക്കൾക്കിടയിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്നൊരല്പമെങ്കിലും സമാധാനം കിട്ടിയിരുന്നത് ഇവർ രണ്ടുപേരെ കൊണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു കൊല്ലത്തിലാണ് പോയി. ആകാശത്തിലേക്ക് കൈകളുയർത്തി റസൂൽ പറഞ്ഞില്ലേ, ആ രണ്ടുപേരുടെയും മരണം ഞാൻ വല്ലാതെ അനുഭവിക്കുന്നുണ്ട് എന്ന്. പിന്നെ പോയതെങ്കിട്ടാ മക്കത്ത് പറ്റാതായപ്പോൾ ത്വായിഫിലേക്കാണ്. 10 ദിവസം ത്വായിഫിൽ നിന്നു. നമ്മളെ ചില ആൾക്കാർ വിചാരിച്ച് ത്വായിഫിലോട്ട് പോയി അപ്പം തന്നെ ഇങ്ങോട്ട് എറിഞ്ഞാട്ടിന്നാണ്. ഇല്ല, മോകല് എറിയൽ ഒപ്പായി എന്നാണ്. അങ്ങനല്ല. ത്വായിഫിൽ ചെന്നിട്ടുണ്ട്, സഖീഫുകാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, 10 ദിവസം അവിടെ നിന്നിട്ടുമുണ്ട്. ആ ഇടയിലാണ് റസൂലുള്ളാഹി ചോദിച്ചത്, മക്കയിൽ ഞാൻ പ്രബോധനം ചെയ്യുന്ന ദീനിനെ ഞാൻ ഇവിടെയും പ്രബോധനം ചെയ്തു കൊള്ളട്ടെ. അപ്പള എറിട്ടിയത്, അപ്പള എറിഞ്ഞാട്ടിയത്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉത്ബയുടെയും ഷൈബയുടെയും മുന്തിരിത്തോട്ടത്തിലേക്ക് ഓടിയത്. ഈന്തപ്പന മരങ്ങളുടെ ചുവടിൽ അല്ലേ, ശരീരത്തിൽ മുറിവായതിനേക്കാൾ വലിയ മുറിവ് മനസ്സിലേറ്റുവാങ്ങി അവിടെ നിന്ന് തിരിച്ചു പോന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ ഹബീബ് സഹിച്ച യാതന, വേദന എത്രയായിരിക്കണം അല്ലേ? നമ്മളൊക്കെ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ, ഈ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു തരി മണൽ, ഞാനത് മനസ്സ് തട്ടിയിട്ട് പറയണത്, ഒരു തരി മണൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എറിഞ്ഞിട്ടുണ്ടോ? എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മരത്തെ അവർ നട്ടു വളർത്തിയത് അല്ലേ? പക്ഷെ എത്രത്തോളം നമ്മൾ അതിനോട് കൂറ് പുലർത്തുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളൊന്ന് മനസ്സിൽ തട്ടി ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. അള്ളാഹു നമുക്കെല്ലാം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോര ഒലിക്കുന്ന കാലുമായി വേദന സഹിക്കാതിരിക്കുകയാണ്. കേൾക്കണോ? വേദന സഹിക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഒരാൾ വന്നു. ആരായിരുന്നു അത്? ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ നേതാവാണ് ജിബ്രീൽ. 600 ചിറകുള്ള, പച്ചക്കളറുള്ള ചിറകുള്ള അല്ലേ, ഒരു ചിറകിൻ്റെ വലുപ്പം ആകാശം മുതൽ ഭൂമി വരെ വലുപ്പമുള്ള 600 ചിറകുകളാൽ സമ്പന്നമാക്കപ്പെട്ട ജിബ്രീൽ ഹബീബിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക വമറദ്ദു അലൈക. നബിയെ, നിങ്ങളുടെ ജനത, ഈ ത്വായിഫുകാർ നിങ്ങളോട് പറഞ്ഞ വർത്തമാനം അല്ലാഹു കേട്ടിരിക്കുന്നു. പരിഹാസങ്ങളെ വാക്ക്, കളിയാക്കലുടെ വാക്കുകൾ നബിയെ അല്ലാഹു കേട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രതികരണവും അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്.
ത്വായിഫുകാർ നിങ്ങൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയോ അതൊക്കെ ആര് കേട്ടിട്ടുണ്ട്? അല്ല കേട്ടിട്ടുണ്ട്. കണ്ടോ, ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതാ നബിയെ, മലക്കുൽ ജിബാൽ വന്നിരിക്കുന്നു നിങ്ങളുടെ അടുക്കലേക്ക്. ജിബ്രീലിനെ കൂടെ 2 മലക്കുകളുണ്ടായിരുന്നു. മലക്കുൽ ജിബാൽ എന്ന് പറഞ്ഞാൽ അഹ്ഷബൈൻ മലകളാണ്. അഹ്ഷബൈൻ മലകൾ എന്ന് പറഞ്ഞ 2 മലകളാണ്. ഒന്ന് ഖുവൈഖിയാൻ എന്ന് പറയുന്ന മലയാണ്. ത്വയ്യിഫിലുള്ളൊരു വലിയ മലയാണ് ഖുവൈഖിയാൻ. മറ്റൊരു മലയാണ് ജബലു അബി ഖുബൈഷ്. ഈ 2 മലകളും അതിൻ്റെ മലക്കുകൾ, അഹ്ഷബൈൻ മലക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ പർവ്വതങ്ങൾ പറിച്ചെടുത്ത് ത്വായിഫുകാരുടെ തലയിലൂടെ ഇടാൻ നബിയെ നിങ്ങളൊന്ന് പെർമിഷൻ തന്നാൽ ഇടാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ വിശാല ഹൃദയത്തിൻ്റെ ഉടമയായ, നമ്മുടെ റോൾ മോഡലായ, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ നേതാവ് പറഞ്ഞ വാക്കെന്താണ് നിങ്ങൾക്കറിയുമോ? അല്ലാഹുമ്മ യഗ്ഫിർ ലീ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹ്, ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇവർ അറിവില്ലാത്തവരാണ്. കണ്ടോ, അവിടെ പുറത്തു കൊടുക്കാൻ പറയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇൻഷാ അല്ലാഹ് ഇവരുടെ മുതുകുകളിൽ നിന്ന് വരും ഭാവിയിൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത കടന്നു വരുമെന്നാണ്. മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ നിങ്ങൾക്കറിയോ, ഇസ്ലാമിലേക്ക് ജനങ്ങളൊക്കെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരു കൂട്ടരായിരുന്നു ത്വായിഫുകാർ, സഖീഫുകാർ. അന്നെങ്ങാനും റസൂലുള്ളാഹി അവരെ ചതച്ചരച്ച് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ അന്നവർ കാഫറുകളായി മുശ്രിക്കുകളായിട്ടാണ് വിട പറഞ്ഞു പോവുക. വിശാലമായി ക്ഷമിച്ചതുകൊണ്ട് കൺകുളിർക്കെ ത്വായിഫുകാരുടെ ഇസ്ലാമിൻ്റെ രജതരേഖയിലേക്കുള്ള കടന്നുവരൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചു. പ്രിയപ്പെട്ടവരെ, അതേ സംഭവമാണ് പള്ളിയിൽ മൂത്രമൊഴിച്ചവൻ്റെ വിഷയത്തിലും റസൂലുള്ളാഹി കാണിച്ചത്. നമ്മുടെ പള്ളിയിലെങ്ങാനും ഒരു ഹിന്ദു വന്ന് മൂത്രയിച്ചാൽ അല്ലേ, എന്തൊക്കെ കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഓൻ പിന്നെ ഭാവിയിൽ സ്വസ്ഥമായിട്ട് മൂത്രയിക്കോ? ഇല്ല, അക്കോലത്തിൽ നമ്മളാക്കി തീർക്കും നമ്മൾ ആൾക്കാർ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മദീന പള്ളിയിൽ വന്ന് മൂത്രയിച്ചോൻ്റെ മൂത്രം മുറിച്ച് കളയേണ്ടെന്നാണ് ഈമാനിൻ്റെ നിറകുടങ്ങളായ സഹാബികൾ ഓൻ അരക്കെട്ട് പിടിച്ച് പുറത്തോണ്ട് ഇടാൻ നിന്നപ്പോൾ പറഞ്ഞത്. മൂത്രയിച്ചോട്ടെ, മുറിക്കരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. ഇന്നത്തെ പോലെ ടൈലും മാർബിളൊന്നും ഇല്ലാത്തതുകൊണ്ടേ മൂത്രയിച്ചാണ് പൊയ്ക്കോളും. താഴത്ത് മണലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അയാൾ മൂത്രമൊഴിച്ചെടുത്തൊരു ബക്കറ്റ് വെള്ളം പാരണം കേട്ടോ. തീർന്നു, വിഷയം തീർന്നവിടെ. ഒരു കലാപങ്ങളില്ല, പ്രശ്നങ്ങളില്ല. കാരണം എന്താ അറിയോ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെ നമ്മൾ മോശക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നബിനേക്കാൾ വലിയ ഈമാനുള്ള ആൾക്കാരെ നമ്മൾ മാറണ്ട. ഉണ്ടോ? ഇസ്ലാമിനെ കുറിച്ച് ഒരാളൊരു തെറി പറഞ്ഞാൽ, ഇസ്ലാമിനെ കുറിച്ചൊരു അന്യായം എഴുതിയാൽ അപ്പം ഇങ്ങോട്ട് പേരും ചില ആൾക്കാർ പ്രതികരണമായിട്ട്. അതുവരെ അവൻ പള്ളിക്കൊന്നും വരൂല, സംസ്കരിക്കാൻ വരൂല. സുന്നത്തിന്റെ അടയാളങ്ങളൊന്നും അവൻ്റെ മുഖത്തുണ്ടാവില്ല. പക്ഷെ ഒരു പ്രവാചക നിന്ദ കണ്ടാലോ റോട്ടിൽ ഇറങ്ങി ജാഥ വിളിക്കണവൻ്റെ ഫസ്റ്റ് സഫിൽ അവൽ സഫിലും ഉണ്ടാവും. എന്താ കാര്യം? അതൊന്നുമല്ല ഇസ്ലാം പഠിപ്പിക്കണേ. അങ്ങനെയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കേണ്ട എന്താ? ആ മനുഷ്യനെ പിടിച്ച് പീഡിപ്പിക്കുക വേണ്ടിയിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ അയാളെ തോള് കൈയിട്ട് പറഞ്ഞെന്തറിയോ, ഇത് ഞങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണ പള്ളിയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. അയാൾ ഗോത്രത്തിലേക്ക് സേഫായിട്ടേ ഭാര്യയും കുട്ടിയുടെ അടുക്കലേക്കാണ് പോയി. നബി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, മക്കം ഫത്തഹിൻ്റെ ദിനത്തിൽ അദ്ദേഹം കുടുംബം ഇസ്ലാമുക്ക് വന്നു. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സലഫിയോടും ഞാനും പറയണം, നമ്മൾ വിശാല ഹൃദയരാകണം. നമ്മളെക്കുറിച്ച് അബദ്ധങ്ങൾ പറയുന്നവർക്കെതിരെ ഒരിഞ്ച് പോലും സങ്കടം നമുക്ക് പറ്റില്ല. കാരണം എന്താ? നമ്മൾ അവരെക്കുറിച്ച് ഖേദിക്കണം. നാളെ പരലോകത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് വ്യക്തിപരമായ വിരോധങ്ങളും നമ്മുടെ ദേഷ്യം തീർക്കുന്നൊരു മേഖലയായി ദഅവത്തിൻ്റെ രംഗം മാറരുത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ചരിത്രത്തിൻ്റെ ഭാഗത്താണ് ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക്. ആ ത്വായിഫുകാർ നിങ്ങളോട് പറഞ്ഞ സകല മോശപ്പെട്ട വാക്കുകളും അല്ലാഹ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തീരുമാനമെടുക്കാൻ എന്നെ പറഞ്ഞയച്ചു എന്ന് റസൂൽ പറഞ്ഞത് വേണ്ട, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്നുള്ളതാണ്. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മഹാനായ സയ്യിദ് മൗലവി രണ്ടത്താണിയെയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുന്ന ഭാഗത്ത് കാണാം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സയ്യിദ് മൗലവി രണ്ടത്താണി തൗഹീദിൻ്റെ അത്യുജ്വല പ്രഭാഷകനായിരുന്നു. ഇന്നത്തെ പോലെ
സ്റ്റേജ് കെട്ടാനും കേൾവിക്കാരായിട്ടിരിക്കാനും പാകപ്പെട്ട മണ്ണായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. സെയ്ദ് മൗലവി രണ്ടത്താണി പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ യാഥാസ്ഥിക വിഭാഗത്തിൽപ്പെട്ട ഷിർക്കിൻ്റെ ആളുകൾ സെയ്ദ് മൗലവിയെ പ്രഹരിച്ചു, നല്ലോണം തല്ലി. സെയ്ദ് മൗലവി ആ ടൗണിലുണ്ടായിരുന്ന കറുത്ത വെള്ളം ഒലിച്ചു പോകുന്ന ഓടയിലേക്ക് മറിഞ്ഞു വീണു. അദ്ദേഹത്തിൻ്റെ തല ആ കറുത്ത വെള്ളത്തിലേക്ക് അവർ ചവിട്ടിത്താഴ്ത്തി. അവരുടെ ദേഷ്യം തീർന്ന് അവർ കടന്നു പോകുമ്പോൾ മൗലവി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനായി നിൽക്കുമ്പോൾ നിയമപാലകർ ആ സമയത്ത് അവിടെ എത്തുകയാണ്. സെയ്ദ് മൗലവിയെ കണ്ടപാടെ, ആരാണത്, മൗലവിയാണോ? ആരാ നിങ്ങളെ ഇത് ചെയ്തത്? പറയൂ മൗലവി, അവർക്കെതിരെ ഞങ്ങൾ കേസെടുത്തോളാം. സെയ്ദ് മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന്. അവരുടെ അനുയായികളും പിൻഗാമികളുമൊക്കെയാണ് നമ്മൾ എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചു വന്നത്, ഇനി മനുഷ്യരായ നമ്മളും കേൾക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണല്ലോ, വജഅൽനാഹു സമീഅൻ ബസീറ. അള്ളാഹു നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും നൽകിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ കേൾവിയും നമ്മുടെ റബ്ബിൻ്റെ കേൾവിയും ഒരുപോലെയല്ല. മനുഷ്യന് എന്തെല്ലാം പരിമിതികളുണ്ടോ അതേ പരിമിതികൾ അവൻ്റെ കേൾവിക്കുമുണ്ട് എന്നുള്ളതാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം ചില ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ കേൾവിയിൽ തന്നെ കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട്. രാത്രിയിൽ ഇരുട്ടായാലും കാണുന്ന മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. മനുഷ്യരായ നമുക്ക് കാണണമെങ്കിൽ വെളിച്ചം വേണം. നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന മറ്റു ജീവജാലങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാൻ പറ്റൂല. അപ്പം നമ്മുടെ കേൾവിക്ക് പരിമിതികളുണ്ട്. ഉദാഹരണമായി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് നല്ല ഒരു മുത്മഇന്നയായ ആത്മാവായിട്ടാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് എന്ത് പറയുന്നുണ്ട്? ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നാണ്. ഇനി അതൊരു ഖബീസായ മോശപ്പെട്ട ആത്മാവാണോ എങ്കിൽ യാ വൈലത ഐന തദ്ഹബൂന ബി, എൻ്റെ നാശമേ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അവൻ അട്ടഹസിക്കുമെന്നാണ്. ഇതിൽ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്ന ശാന്തമായ ആത്മാവിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ചിന്തകൾക്കപ്പുറം, നമ്മുടെ പരിമിതികൾക്കപ്പുറത്ത് സഹോദരങ്ങളെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടത്തിലൂടെ പോവുകയാണ്. പോവാൻ ആ സമയത്ത് റസൂല സഞ്ചരിക്കുന്നത് ഒരു കോവർ കഴുതയുടെ പുറത്താണ്. കോവർ കഴുതയുടെ പുറത്തിരുന്നു കൊണ്ടാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കോവർ കഴുത ബനൂ നജ്ജാർക്കാരുടെ തോട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് വിരളി പൂണ്ട് കുതറിയിട്ട് ഓടാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ നജ്ജാറുകാരുടെ തോട്ടത്തിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു 4-5 ഖബറുകൾ അവിടെ കണ്ടു. കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു, ഈ ഖബറിലുള്ളവരെ സംബന്ധിച്ച് ആരാണിതിൽ കിടക്കുന്നത്? എന്താണ് ഈ ഖബറുകൾ? ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, അറിയാം നബിയെ, ഞങ്ങൾക്ക് ഈ ഖബറിലുള്ളവരെ കുറിച്ച് ഇവർ ആരായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഹബീബ് ചോദിച്ചു, ഇവർ എപ്പോഴാണ് മരിച്ചത്? ഇവരെങ്ങനെയാ മരിച്ചത്? എപ്പോഴാണ് മരിച്ചത്? സഹാബ പറഞ്ഞു, മാത്തൂഫിൽ ഇഷ്റാഖ്, അവർ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ശിർക്കിലായിട്ടാണ് അവർ മരിക്കുന്നത്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തല ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബറിൽ ലദീ അസ്മഉ. ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. ആ സമയത്താ പറഞ്ഞത്, ഈ ഉമ്മത്ത് അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങളിൽ നിന്നും മരിച്ചവരെ നിങ്ങൾക്ക്
നിങ്ങൾ മറമാടുകയില്ല എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് റസൂലുള്ള നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ചാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? അള്ളാഹിൻ്റെ റസൂൽ പറയണേ, അങ്ങനെ എങ്ങാനും നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഖബറാളിയുടെ നിലവിളിയും ഖബറാളിയുടെ പ്രയാസങ്ങളും നമ്മൾ കേട്ടിരുന്നെങ്കിൽ നമ്മൾ പിന്നെ പരസ്പരം ആരെയും മറമാടാൻ പള്ളിക്കാട്ടിക്ക് പോകില്ല എന്നാണ്. അത്ര ഭീകരമായിരിക്കും. എന്താ മനസ്സിലായത്? നമ്മുടെ കേൾവിക്ക് എന്തുണ്ട്? പരിധികളും പരിമിതികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മുടെ കേൾവികൾക്ക് എന്തുണ്ട്? കുറവുകളുണ്ട്. കുറേ ആളുകൾ ഒരുമിച്ച് സംസാരിച്ച നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് ഒപ്പിയെടുക്കാനും ശ്രദ്ധിക്കാനും സാധ്യമല്ല. കുറച്ച് ദൂരെ നിന്ന് ഇപ്പൊ പടന്ന അങ്ങാടിയിൽ നിന്ന് ഒരാൾ സംസാരിച്ചാൽ നമുക്കത് കേൾക്കാൻ പറ്റൂല. ഈ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് രണ്ടാൾ സംസാരിച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റൂല. ഇവിടെ ഇരുന്ന് തന്നെ രണ്ടാൾ സ്വകാര്യം പറഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് കേൾക്കാൻ പറ്റൂല. അങ്ങനത്തെ കുറേ കുറവുകൾ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് പരിപൂർണമാണ്. ഒരു ഇല വീണാൽ അതിൻ്റെ ശബ്ദം വരെ ആര് കേൾക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചില പിഴച്ച കക്ഷികളുണ്ട്. അവരെ കുറിച്ച് കൂടി പറഞ്ഞാൽ നമ്മൾ ഈ വിഷയം പൂർത്തിയാവുള്ളൂ. ആ പിഴച്ച കക്ഷികൾ ഈ ഉമ്മത്ത് എത്ര വിഭാഗമായിട്ട് പിരിയുന്ന പറഞ്ഞിക്കണേ? 73. അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പിഴച്ച കക്ഷികൾ എത്രണ്ണ? 72. കുല്ലുഹും ഫിന്നാർ. ഈ 73 കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ബാക്കി എന്താ? ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സഹാബിയോട് ചോദിച്ചു, നബിയെ, ആ സ്വർഗത്തേക്ക് പോണ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരാരാ? റസൂല പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും നിന്ന് നിലകൊള്ളുന്ന മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ്. അപ്പൊ ആ സഹാബികൾ മൗലൂദ് ചൊല്ലിയോ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ അത് വലിച്ചെറിയാം. ആ സഹാബത്തെ കുത്തുബിയത്ത് ചൊല്ലിയോ, ഹദ്ദാദ് ചൊല്ലിയോ, റാത്തീബ് ചൊല്ലിയോ, കഞ്ചുലർഷ് ചൊല്ലിയോ, താജ് സ്വലാത്ത് ചൊല്ലിയോ, ആലമു സ്വലാത്ത് ചൊല്ലിയോ, നാരിയ സ്വലാത്ത് ചൊല്ലിയോ, മുദബ്ബിറുൽ ആലം CM മടവൂരാണെന്ന് വിശ്വസിച്ചോ? ഇല്ല, നാട് വലിച്ചെറിയാം. ആ സഹാബത്ത് പഠിപ്പിച്ചതെന്തോ അത് നമ്മൾ സ്വീകരിക്കുക അല്ലേ? AP അബ്ദുൽ ഖാദർ മൗലവി റഹ്മഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു അല്ലേ, ഒരു സമസ്തക്കാരൻ ചോദിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഒരു മുജാഹിദാകാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ AP പറഞ്ഞു, ഒരു വലിയൊരു പാറ, ആ പാറയിൽ ഒരാൾ ഉദ്ദേശിക്കുന്നത് അയാൾ ആ പാറയിൽ നിന്ന് ഒരു ആനയെ കൊത്തിയെടുക്കാനാണ്. ആനയെ കൊത്തിയെടുക്കാനാണ്. അപ്പൊ ആനല്ലാത്ത ഭാഗങ്ങൾ കൊത്തിക്കളഞ്ഞാൽ എന്തായി? ആനയായി എന്ന് AP പറഞ്ഞ പോലെ എന്താണോ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്തത് അതൊക്കെ മാറ്റിയാൽ ഓൻ്റെ പേരാണ് എന്ത്? സലഫി. അല്ല, ഇതൊരു പ്രത്യേക വിഭാഗം എന്നല്ല. ആമസോൺ വനാന്തരങ്ങളിൽ നിങ്ങൾ ഒറ്റക്ക് ജീവിച്ചോ? അവിടെ നിങ്ങൾ ഖുർആനും സുന്നത്തും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് സലഫി. നമുക്ക് പറയുന്ന പേരാണ് മുജാഹിദുകൾ. അതാണ് നമ്മുടെ പ്രത്യേകത, അതാണ് നമ്മുടെ ക്വാളിറ്റി. ആ 73 വിഭാഗത്തിൽ അവരാണ് സഹാബത്തും റസൂലുള്ളാഹിയും നിലകൊണ്ട മാർഗം. 73 കക്ഷിയിൽ ഉണ്ടായി കഴിഞ്ഞോ നിങ്ങളുടെ അഭിപ്രായം? ഈ 73 വിഭാഗം എന്നുള്ളത് സത്യത്തിൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പേ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ത്വാഹിറുൽ ബഗ്ദാദിയുടെ അൽ ഫിർഖു ബൈനൽ ഫർഖ്. അതിൽ അദ്ദേഹം 73 കക്ഷികളുണ്ട്. അതിൽ സുന്നി മുജാഹിദ്, AP, KNM, വിസ്ഡം അങ്ങനെയൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. അതിലെണ്ണുന്നത് മുഅ്തസിലിയാക്കൾ, ജബരിയാക്കൾ, ജഹ്മിയാക്കൾ, ഖദരിയാക്കൾ, കിറാമിയാക്കൾ, അങ്ങനത്തെ കുറേ ടീമുകളാണ്. പ്രധാനപ്പെട്ട 4 വിഭാഗത്തിൽ നിന്ന് ചില ഉപകക്ഷികൾ ഉണ്ടാകും. അവർ പീസുകളായിട്ട് 8 വിഭാഗമാകും. അതിൽ നിന്ന് വീണ്ടും കക്ഷികൾ ഉണ്ടാവും. അങ്ങനെ 73 ആകും. ഈ 73 കക്ഷികളെയും ത്വാഹിറുൽ ബഗ്ദാദി ആ കിതാബിൽ എണ്ണിയിട്ട് അവസാനം പറഞ്ഞ എന്താ അറിയോ? ഇനി ആലം ദുനിയാവിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഏത് കക്ഷികൾ വന്നാലും ഈ 73 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനോട് എന്തുണ്ടാവും? സാമ്യത. അപ്പം അതെന്നോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പുകളൊന്നും അതിലെന്ത് ചെയ്യണ്ട, എണ്ണണ്ട. അതിൽ ഏതെങ്കിലും ഒന്നിനോട് അതൊക്കെ സാമ്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ചില പിഴച്ച കക്ഷികൾ വന്നുകൊണ്ട് അവർ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പച്ചക്കവർ നിഷേധിച്ചു, വിശേഷണങ്ങളെ. അതിൽപ്പെട്ട ഒന്നായിരുന്നു അള്ളാഹു കേൾക്കുന്നു എന്ന് പറയാൻ പാടില്ല.
അതുപോലെ തന്നെ അള്ളാഹു അറിയുന്നു കാണുന്നു എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? അതൊക്കെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്, സൃഷ്ടികളോട് സാമ്യപ്പെടുത്തലല്ലേ. അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പിഴച്ച കക്ഷികൾ, അതിൽപ്പെട്ട ഏറ്റവും വലിയ വിഭാഗമാണ് മുഅ്തസിലിയാക്കൾ. ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പിഴച്ച കക്ഷികളാണ് മുഅ്തസിലിയാക്കൾ. ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചത് ആരെ കാലഘട്ടത്തിലാണ്? അബ്ബാസി ഖിലാഫത്തിലെ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു അല്ലെ, ഹാറൂൺ റഷീദിന്റെ 2 മക്കളിൽ ഒരാളായിരുന്നു മഅ്മൂൻ. ആ മഅ്മൂനിന്റെ ഭരണകാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മുഅ്തസിലിയാക്കൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ തിരുത്തു വേണമെന്ന് വരെ പറഞ്ഞത്. ഖുർആന് ചില ആയത്തുകളിൽ ചില തിരുത്തുകൾ ആവശ്യമാണ്. ആര്? ഓൻ്റെ ഒന്നും കൂട്ടിയ 2 എന്ന് കിട്ടുന്ന ബുദ്ധി കൊണ്ട് ഖുർആൻ തിരുത്താൻ പോയതാണ്. ഓൻ ഏതായത്താ തിരുത്താൻ പോയത്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹനെ പോലെ ഒന്നുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഈ ആയത്തിനെ അവർ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പറയാണ്, ഈ ആയത്ത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഈ ആയത്ത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്. പിന്നെ എങ്ങനെയാ വേണ്ടിയിരുന്നത്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവൽ അസീസുൽ ഹകീം. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്, വഹുവസ് സമീഉൽ ബസീർ എന്നല്ല. ആര് പറഞ്ഞതാ? പിഴച്ച കക്ഷികളായ മുഅ്തസിലിയാക്കൾ. ഈ ഖുർആനിന്റെ വചനത്തെ തിരുത്താൻ സകല ഒത്താശകളും ചെയ്തു കൊടുത്ത രാജാവായിരുന്നു അല്ലേ മഅ്മൂൻ എന്ന് പറയുന്ന അതേ അബ്ബാസി ഖിലാഫത്തിലെ പ്രമുഖനായ ഭരണാധികാരി. എല്ലാ തോന്നിവാസങ്ങൾക്കും അദ്ദേഹം കൂട്ടുനിന്നു കൊടുത്തു. മനുഷ്യരായ നമ്മോട് അല്ലാഹു എന്താ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? വത്തഖുല്ലാഹ് വസ്മഉ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് അല്ലേ, വിശുദ്ധ ഖുർആനിലെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, കഫാ ബിൽ മർഇ അൻ യുഹദ്ദിസ ബികുല്ലി മാ യുസ്മഅ. കണ്ടതൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രം മതി ഒരാൾ കള്ളനായി തീരാൻ, തെറ്റുകാരനായി തീരാൻ എന്നുള്ളത്. അവിടങ്ങളിലൊക്കെ മനുഷ്യരുടെ കേൾവിയെയും അള്ളാഹുവിൻ്റെ കേൾവിയെയും വ്യക്തമായിക്കൊണ്ട് വേർതിരിച്ച് കാണിച്ചതായി നമുക്ക് കാണുവാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, റസൂലുള്ളാഹി പറഞ്ഞു, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, നിങ്ങൾ അതുപോലെ പറയണം, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നമ്മൾ കേട്ടാൽ, നമ്മൾ ചില കാര്യങ്ങൾ കേട്ടാൽ ആ കേൾവിക്ക് നമുക്ക് ചില വിധിവിലക്കുകളുണ്ട്. അത് നമ്മുടെ ഒരു പരിമിതി കൂടിയാണ്. അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം അതില്ല. അല്ലാഹ് ഇതിനൊക്കെ അപ്പുറത്താണ്. പരിമിതികൾക്കും കുറവുകൾക്കും അതീതനാണ് അല്ലാഹു കേട്ടോ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ചില കേൾവികൾക്ക് വിധിവിലക്കുകളുണ്ട്. ഏതുപോലെ? ബാങ്ക് കേട്ടാൽ ഉത്തരം കൊടുക്കണം, അത് നമ്മളെ വിധിവിലക്കാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വിധിവിലക്കുകളാകാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കല്ലിഫാണ്, നമ്മളെല്ലാം മുക്കല്ലഫുകളാണ് എന്നുള്ളത് കൊണ്ടാണത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സമിഅ്തുമുദ്ദീക, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ ഫസ്അലുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, മിൻ ഫളലിഹി, അവന്റെ ഫളലിൽ നിന്ന്. വീട്ടിൽ കോഴിയുണ്ടോ? കോഴി ഇന്നെത്ര മുട്ടട്ടു, ഏത് കോഴിനെ നാളെ തട്ടുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ പോരാ. കോഴി കൂകിയാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക എന്ന് ചെല്ലണം. നമ്മൾ സാധാരണ പള്ളി കയറുമ്പോൾ മാത്രമേ ചെല്ലല്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. പക്ഷെ ഇത് എവിടെയും ചെല്ലണം? കോഴി കൂവണത് കേട്ടഞ്ഞ് ചെല്ലണം. അപ്പം നമ്മുടെ കേൾവിക്ക് ചില പരിധികളും നിയമങ്ങളും ഒക്കെ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തിരിച്ചും പറഞ്ഞില്ലേ, ഇദാ സമിഅ്തുമുൻ നുബാഹൽ കിലാബ്, നായ ഓരിയിടുന്നത് കേട്ടാൽ. അതുപോലെ തന്നെ വന്നഹീഖൽ ഹമീർ ബില്ലൈൽ, രാത്രിയിൽ കഴുത ഓരിയിടുന്നത് കേട്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിങ്ങൾ രക്ഷ തേടണം. കാരണം നായ ഓരിയിടുന്നതും കഴുത ഓരിയിടുന്നതും രാത്രികളിലായാൽ പ്രത്യേകിച്ച് ശൈത്താനെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലണം. ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചില നായകൾ ഓരിയിടുന്നത് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? ബാങ്ക് കൊടുക്കുമ്പോൾ ശൈത്താൻ അവൻ അത് കേൾക്കാൻ സാധിക്കാതെ ധൃതി പിടിച്ച് ഓടിപ്പോകുമെന്നാണ്. ആ ഓട്ടം ചില മൃഗങ്ങൾ കാണും, അതിൽപ്പെട്ട ഒന്നാണ് നായകൾ.
അതുകൊണ്ടാണ് അത് ഓരിയിടുന്നത്. അത് ഓരിയിടുന്നത് കേട്ട് നമ്മൾ എന്ത് ചെല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കണ്ടോ, റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞ ചിലതൊക്കെ നമ്മൾ നേരിട്ട് കേൾക്കലുണ്ട്. ഇത് ദൈവികമാണെന്നുള്ളതിലുള്ള ഒരു തെളിവ് കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ നാമങ്ങളെ ഈ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, സഹോദരങ്ങളെ, എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പേരുകളുടെ ആശയം. നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ ധാരാളം കാര്യങ്ങൾ ഇനിയും ആ വിഷയത്തിലുണ്ട്. എന്തായാലും ഇത് നമ്മൾ പഠിക്കുന്നത് ഇനി അസ്സമിയായ നാഥ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞ് വിളിക്കാൻ പറ്റിയാൽ അതിനൊരു ആസ്വാദനമുണ്ട്, അതിനൊരു മാധുര്യമുണ്ട്. അതറിയാനാണ്, നമ്മുടെ റബ്ബിനെ കൂടുതൽ അറിയാനാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത സഅദയുടെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമുക്ക് ചർച്ച ചെയ്യാം. ഈ വന്ന ആളുകളെല്ലാം അടുത്ത ക്ലാസ്സിലും സജീവമായി വരണേ. പറ്റാവുന്ന ആളുകളെ കൂട്ടി വരണം. കാരണം ഇതൊരു തൗഹീദിൻ്റെ ക്ലാസ് കൂടിയാണ്. നമ്മുടെ കാരണത്താൽ ഒരാൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിയാൽ, ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇറങ്ങും, പരമാവധി ആളുകൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു ദഅവത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്നിവിടെ ചെലവഴിച്ച വളരെ ചുരുങ്ങിയ ഈ സമയം നാളെ പരലോകത്ത് അല്ലാഹു സ്വീകരിക്കുന്ന രമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മജ്ലിസുകൾ ഇസ്തിഗ്ഫാറിൻ്റെ മജ്ലിസുകളാണ്. ഈ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ, ഈമാനിൻ്റെ ദൗർബല്യത കൊണ്ട് വന്നുപോയ, വാക്കാലും പ്രവൃത്തിയാലും ഇടപാടുകൾ കൊണ്ടും ഒക്കെ വന്നുപോയ കുറവുകളെല്ലാം അള്ളാഹു നമുക്ക് ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹു നമ്മുടെ മേൽ വിധിക്കപ്പെട്ട മരണമെന്ന് പറയുന്ന മഹായാഥാർത്ഥ്യം കണ്ടുമുട്ടേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗത്തിലെ നമ്മുടെ മഖഅദും കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും നിർഭയത്വം, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ ഉമ്മത്തിലെ മെമ്പർമാർ ശത്രുക്കളുടെ കരങ്ങളാൽ പല രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഈ ഉമ്മത്തിലെ മെമ്പർമാർക്കും സുരക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെയും അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും ഫിത്നയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.